സുലേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ചരിത്രത്തിലൊരു താളായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും. എന്താണ് തൃശ്ശൂർ രാഗത്തിലെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ഒരു വിശേഷം? സിനിമ മൂന്നാം നാൾ നിൽക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് ഭയങ്കരമായി കൂടിയിട്ട് നമ്മളിപ്പോൾ നാളെ രാവിലെ 4:30 മണിക്ക് വീണ്ടും ഒരു ഷോയും കൂടി ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഇട്ടിരിക്കുകയാണ്. എക്സ്ട്രാ ഷോ വെച്ചിരിക്കുകയാണ്. അത് എക്സ്ട്രാ ഷോ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി 6 ഷോ ഉണ്ടല്ലോ. 6 ഷോ കൂടാതെ നമ്മൾ പുലർച്ചെ ഇപ്പോൾ നാളെ ഉണ്ടായിരുന്നില്ല രാവിലെ 4:30 ഷോ. തിങ്കളാഴ്ച അല്ലേ, അപ്പം നമ്മളത് ആളുണ്ടാവില്ല എന്നുള്ളൊരു ബേസിൽ ഇപ്പോൾ ബുക്ക് ചെയ്ത് ഷോ വെച്ചിട്ട് ഒരു 1 അവറിനുള്ളിൽ നമുക്ക് ഓൾമോസ്റ്റ് 50% മുകളിൽ നമുക്ക് ബുക്കിംഗ് കഴിഞ്ഞിരിക്കും. അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് എന്താ പറയാ ക്രൗഡായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ എത്ര ഷോ കഴിഞ്ഞു എന്നുള്ള ഒരു കണക്കുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ് നോക്കിയിട്ടില്ല. ഏകദേശം ഒരു 35,000 ടിക്കറ്റ്സ് ഇപ്പോൾ ഏകദേശം ഇവിടെ സെയിലായിട്ട്. അതെ. ഓക്കെ. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് സിനിമയ്ക്ക്. അതൊക്കെ ബാധിച്ചിട്ടുണ്ടോ സിനിമ തിയേറ്ററിലേക്ക് ആളുകൾ? വിവാദം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി ബാധിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഭയങ്കര തിരക്കാണ്. കാരണം വിവാദം വന്നപ്പോൾ എന്താണ് ഇതിലുള്ള കാര്യം, അതിൽ സത്യമുണ്ടോ അതോ നുണയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾ കയറുന്നു. ഓക്കെ. സെൻസറിങ്ങിൽ ഒരു 17 സീനോളം കട്ട് ചെയ്യാൻ പോവാന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു ഇതുണ്ട്. അത് അറിഞ്ഞപ്പോഴാണോ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഫോഴ്സ് ചെയ്ത് തിയേറ്ററിലേക്ക്? അതും ഒരു ഭാഗമായിരിക്കും. അത് സിനിമയ്ക്ക് ശരിക്കും ബൂസ്റ്റപ്പ് ആവുമല്ലേ ചെയ്തേക്കുന്നത്? അതെ, സിനിമയൊക്കെ ഭയങ്കരമായിട്ട് അത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമാണ്. ഇത്രയും നാളും സിനിമ കാണാത്ത കുറെ പ്രേക്ഷകരുണ്ട്, സ്റ്റുഡൻസ് ആയാലും ഫാമിലീസ് ആയാലും. ഇപ്പൊ കൂടുതലായിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീല് കിട്ടുന്നില്ലേ തിയേറ്ററിലായിട്ട്? ഇപ്പൊ എങ്ങനെ ബുക്കിംഗ് ഒക്കെ ഇനിയിപ്പോ ഏകദേശം 9-ാം തീയതി വരെ നല്ല ബുക്കിംഗ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ റംസാനൊക്കെയല്ലേ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ആളുകൾ വരാനാണ് സാധ്യത നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. എങ്ങനെയാണ് രാഗം തിയേറ്ററിന്റെ ഒരു സന്തോഷം സുനിലേട്ടനിലൂടെ? തീർച്ചയായിട്ടും നല്ല സന്തോഷമാണ്. നല്ല സിനിമകൾ ഇതുപോലെ വരട്ടെ. നല്ല സിനിമകൾ വരട്ടെ. ജനങ്ങളും സന്തോഷവാന്മാരാവണം, നമ്മളും സന്തോഷവാന്മാരാവണം. ഈ നെഗറ്റീവ് റിവ്യൂ ഒക്കെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? നെഗറ്റീവ് റിവ്യൂ പറയുന്നവര് അവർക്ക് അവരുടെ രീതി, നമുക്ക് നമ്മുടെ രീതി, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഈ സിനിമ സംബന്ധമായിട്ട് സിനിമയെ കുറിച്ച് പലവരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ ഫീൽഡായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരല്ലേ ഈ സിനിമയെ ശരിക്കും തകർക്കാനൊക്കെ നോക്കുന്നവർ? അങ്ങനെ ഒരാൾ തകർക്കാൻ നോക്കിയാൽ തകരുന്ന ഒന്നല്ല സിനിമ. നല്ല സിനിമയാണെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ ആരെന്ത് റിവ്യൂ പറഞ്ഞാലും, എന്ത് മോശം അഭിപ്രായം പറഞ്ഞാലും ആൾക്കാർ വന്ന് സിനിമ കാണും. അവര് വിശ്വസിക്കുന്നത് ഇപ്പൊ അവരുടെ സുഹൃത്തുക്കളെയും മറ്റുള്ള ബന്ധക്കാർ സ്വന്തക്കാരൊക്കെ നല്ല സിനിമയാണ് ഞാൻ കണ്ടു എന്നൊരൊറ്റ വാക്ക് മതി. വേറെ എന്ത് നെഗറ്റീവ് റിവ്യൂ അതിനെ ബാധിക്കില്ല. അല്ല, നെഗറ്റീവ് റിവ്യൂകൾ പറഞ്ഞ സിനിമകൾ ഇവിടെ റെക്കോർഡ് അടിച്ചു പോകും. അതൊരു പബ്ലിസിറ്റി വരാം. അതെ, 2 രീതിയിലും പബ്ലിസിറ്റി വരാം. അങ്ങനെ എല്ലാം കൊണ്ടും ചരിത്ര നേട്ടം സിനിമയ്ക്കും രാഗം തിയേറ്ററിനും വന്നിരിക്കുകയാണ് അല്ലേ? ഓക്കെ, സന്തോഷം. താങ്ക് യു.